Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ഒരു വീക്ക്ലി ഹെയർ കെയർ റൂട്ടീൻ ആണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തതിനു ശേഷം ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഒരു ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ നല്ലവണ്ണം ഹെയർ ഒന്ന് വാഷ് ചെയ്യും. ഇന്ന് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കറിവേപ്പില കൊണ്ടുള്ള ഒരു ഓയിലാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. കറിവേപ്പില എണ്ണ നമ്മുടെ തലമുടി നല്ലവണ്ണം കറക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെയർ പാക്ക് ആണ്. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് അതുപോലെ തന്നെ മുടി കൊഴിച്ചില് താരൻ എന്നിവയൊക്കെ മാറ്റാനായിട്ട് ഈ പാക്ക് സഹായിക്കും. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള അലോവേറയാണ്. ഒരു കോഴിമുട്ട റൂം ടെമ്പറേച്ചറിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് യൂസ് ചെയ്യാം. കോഴിമുട്ടയുടെ വെള്ളയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ 3-4 ചെറിയുള്ളിയും നമുക്ക് വേണം. കറ്റാർ വാഴയുടെ അകത്തുള്ള പൾപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് അതെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള കറ്റാർ വാഴയുടെ ജെല്ല് കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കറ്റാർ വാഴയുടെ ജെല്ല് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ചിലതെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞ ചേർക്കാത്തതെന്ന്. തലയിൽ മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും, ഒരു എഗി സ്മെല്ല് ഉണ്ടാകും. വെള്ളയാകുമ്പോൾ അങ്ങനത്തെ സ്മെല്ലൊന്നും ഉണ്ടാകില്ല. അടുത്തതായിട്ട് 2-3 ഡ്രോപ്സ് നാരങ്ങയുടെ നീര്, അതിൽ കൂടുതൽ വേണ്ട, 2-3 ഡ്രോപ്സ് മാത്രം മതി. തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് മാറ്റാൻ നമ്മുടെ നാരങ്ങ നീര് സഹായിക്കും. ഇനി ഇത് മിക്സിയിലേക്ക് മാറ്റി ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡിയാണ്. ഞാനിത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഈ ഹെയർ പാക്ക് വളരെ യൂസ്ഫുൾ ആണ്. തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ മാറ്റി മുട്ടയൊക്കെ ഉള്ളത് കാരണം നല്ലൊരു കണ്ടീഷണർ എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഷാംപൂ ആണ്. ഷാംപൂ തയ്യാറാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇഞ്ചിയാണ്. പച്ചമരുന്ന് വിൽക്കുന്ന കടയിൽ ഇതുപോലെ ഒരു പാക്കറ്റായിട്ടോ അഥവാ ലൂസായിട്ടോ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് ഇതിൽ നിന്ന് കുറച്ച് മതി നമുക്ക് ഒരു നേരം തേക്കാനായിട്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ച നമുക്ക് എടുക്കാം. ഇഞ്ചയും ചെമ്പരത്തി താളിയും കൂടെ പണ്ട് തൊട്ടേ ആൾക്കാർ, നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തലയിൽ തേക്കുന്നതാണ്. ഞാൻ എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ട് അവർ ഇതുപോലെ ഇഞ്ചയും കൊണ്ട് കുളിക്കാനായിട്ട് കുളത്തിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ താളി ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് അവർ താളി പൊട്ടിച്ചിട്ട് അടുത്തുള്ള കല്ലിൽ വെച്ച് ഉരച്ച് ഇതുപോലെ ഇഞ്ചയും കൂടെ ചേർത്ത് തലയിൽ തേക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ ചെമ്പരത്തിയുടെ പൂവും ഇലയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ച താളിയുടെ ഒപ്പം ചേർത്ത് ഒന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നല്ലവണ്ണം സോപ്പ് പതയുന്നത് പോലെ നമുക്ക് പതഞ്ഞു കിട്ടും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം.
കണ്ടോ, നമ്മുടെ ഇഞ്ച നല്ലവണ്ണം സോപ്പ് പതയുന്നത് പോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷാംപൂ. ഇനി ആ ഇഞ്ച നമുക്ക് ആവശ്യമില്ല, നമുക്ക് കളഞ്ഞേക്കാം. അങ്ങനെ നമ്മുടെ ഈ ആഴ്ചത്തെ ഹെയർ കെയർ റുട്ടീനിലുള്ള ഹെയർ ഓയിൽ, ഹെയർ പാക്ക്, ഹെയർ ഷാംപൂ എന്നിവ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡ് തലയിലാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത്. ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നതും ഹസ്ബൻഡ് തലയിലാണ്. ഇതുപോലെ കുറച്ച് ഹെയർ ഓയിൽ എടുത്തിട്ട് നമുക്ക് തല നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കാണിച്ച പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഷാംപൂ ഉപയോഗിച്ച് നല്ലവണ്ണം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ഈ ആഴ്ചത്തെ ഹെയർ കെയർ റുട്ടീൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.